ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടാണ്. ചിക്കൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഇതുവരെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേക്കും ചിക്കൻ്റെ കൂടെ മുരിങ്ങാക്കായൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ അയ്യേന്നൊന്നും പറയാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 6 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തേക്കുന്ന ചിക്കൻ മസാല പൗഡറാണ്. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഭാഗം വിട്ടുപോയതാണ് കാണിക്കാനായിട്ട്. നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ വെന്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് എക്സ്ട്രാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ ആ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചോട്ടെ. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിതിങ്ങനെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇതേപോലെ ചെറുതാക്കിയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങും ഒരു വഴുതനങ്ങയും 2 മുരിങ്ങാക്കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനിത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇനി ഒരുപാട് ടൈം എടുത്ത് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.